എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സമാധാനവും സ്വസ്ഥതയുമൊക്കെ നഷ്ടപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വച്ചത്. ആ ഒരുപാട് കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണം മാത്രമേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കാരണങ്ങളും ഒന്നിച്ച് പറയുമ്പോൾ ഈ വീഡിയോയുടെ വലിപ്പം കൂടുമെന്നുള്ളത് കൊണ്ടും അത് കേൾക്കാനുള്ള ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് സമയം കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഓരോ പോയിന്റും ഓരോ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെടുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില അനുഭവങ്ങൾ, നിമിഷങ്ങൾ വന്നു ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സമാധാനക്കേടിൻ്റെയും സ്വസ്ഥതക്കുറവിൻ്റെയും ഒക്കെ ഭൂരിഭാഗം ഉത്തരവാദിയും കാരണക്കാരിയും നമ്മളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാരണങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ഒരു പരിധിവരെ നമുക്ക് കുറേ കൂടി സ്വസ്ഥതയോടെ, ശാന്തതയോടെ, സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ സമാധാനവും നമ്മുടെ സ്വസ്ഥതയും ഒക്കെ ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു വെറുപ്പും ദേഷ്യവും പകയുമൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അത് ജീവിതത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഇത്രയ്ക്കേറെ പ്രാധാന്യമുള്ളതാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് തന്നെ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ചെറിയ ചെറിയ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ജീവിതം കുറേ കൂടി മനോഹരമാകുന്നതും പുഞ്ചിരിയോടെ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയുന്നതും. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് തന്നെ ജീവിതത്തിൽ പല ആളുകളോടും നമുക്ക് ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, പകയുണ്ട്, ഒക്കെയുണ്ട് അല്ലേ? നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വർഷക്കാലം മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ സൂക്ഷിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പക വീട്ടുന്ന കഥകളും കാഴ്ചകളും വാർത്തകളും നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് കാലം മനസ്സിൻ്റെ ഉള്ളിൽ ഈ പകയും വെറുപ്പുമൊക്കെ അയാൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമായിട്ടായിരിക്കും നിലനിന്നിട്ടുണ്ടാവുക. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള പല ആളുകളോടുമുള്ള വെറുപ്പും ദേഷ്യവും പകയുമൊക്കെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ശരിയാണ്, വെറുപ്പും ദേഷ്യവും പകയുമൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ ആളുകൾ തന്നെയാവാം. മനസ്സിൽ ഒരിക്കലും ഉണങ്ങാതെ മുറിവ് സമ്മാനിച്ച് കടന്നുപോയവരാവാം. നമ്മളെ ഒറ്റപ്പെടുത്തിയവരാവാം, കളിയാക്കിയവരാവാം, ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരാവാം. അങ്ങനെ നമുക്ക് ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് ന്യായങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ആലോചിക്കേണ്ടതായ കാര്യം, നമുക്കൊരാളോട് ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കതിൽ എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരു ലാഭവുമില്ല. അത് മാത്രവുമല്ല, നമ്മുടെ മനസ്സെന്താവും? കൂടുതൽ അസ്വസ്ഥമാവുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അത് ബാധിക്കുന്നുണ്ട്. ചെറിയ ഒരു ഉദാഹരണം പറയാം. സ്ഥിരമായിട്ട് ഒരാളോടുള്ള ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ വഴക്കിടുകയോ പിണങ്ങുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളെയും അത് മോശമായിട്ട് ബാധിക്കാറില്ലേ? വൈകുന്നേരം വന്ന് സംസാരിച്ച്
അതങ്ങ് ക്ലിയർ ആവും. അതൊരു കുറച്ച് സമയത്തേക്കുള്ള പരിഭവങ്ങളാണ്. പക്ഷേ ആ ചെറിയ പരിഭവങ്ങൾ പോലും, ആ ചെറിയ പിണക്കങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ആ ഒരു ദിവസത്തെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരാളോട് ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ സൂക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മോശമായിട്ടായിരിക്കും ബാധിക്കുക. അതുകൊണ്ട് ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കൊണ്ടു നടക്കാതിരിക്കുക, അതൊരു ഭാരമായിട്ട് കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അവരെ എന്താണ് പിന്നെ ചെയ്യേണ്ടത് എന്ന്. അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ടോ, അവരെ ഒപ്പം നടക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ടാവും. അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടതില്ല, ഒപ്പം നടക്കേണ്ടതില്ല, അവരെ ഒരു കാര്യത്തിലും നമ്മുടെ ജീവിതവുമായിട്ട് അടുപ്പിക്കേണ്ടതില്ല. എന്ത് ചെയ്യണം? നമുക്ക് അവരെ അവഗണിക്കാം, വളരെ സിമ്പിളായിട്ട്. അവരുടെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാതിരിക്കാം. അതിലപ്പുറം അവരോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ സൂക്ഷിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മലിനമാക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ ഉണ്ടാകുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അതെന്ത് ചെയ്യും? ബാധിക്കും. വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഈ പോസിറ്റീവായ കാര്യങ്ങളെ മോശമായ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നല്ല ശുദ്ധമായ ഒരു പാലിൽ ഒരു കാഞ്ഞിരക്കുരു ഇടുന്നത് പോലെയാണ് പാലെന്താവും? അത് കയ്പായി മാറും, അല്ലേ? അതുപോലെ തന്നെയാണ് വളരെ പോസിറ്റീവായ രീതിയിൽ ജീവിതത്തെ സമീപിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലുള്ള ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ച് അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ഈ പോസിറ്റീവായ കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ പോസിറ്റീവായ കാര്യങ്ങളിലും ഈ നെഗറ്റീവ് എലമെൻറ്റുകൾ കയറി വന്നിട്ട് നമ്മൾ എന്താവും? ആ പോസിറ്റീവായ കാര്യങ്ങൾ ഡാമേജ് ആവും. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ നെയ്ബേഴ്സ്, അയൽവാസികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നല്ല മികച്ച ആളുകളാണ്, ഒരുപാട് സ്നേഹത്തോടെ ഇടപഴകുന്ന ആളുകളാണെന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾ പോലും, അല്ലേ? ആ സമയത്ത് തീർച്ചയായിട്ടും വലിയൊരു അസ്വസ്ഥത, അതൊക്കെ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾ തന്നെയാണ്. രാവിലെ നേരം വെളുത്ത് നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ മുഖമായിരിക്കും ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരിക. അത് മതി അന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാക്കാൻ. കാരണം അവരെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ കൺസെപ്റ്റുകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ അത്രയ്ക്കും നെഗറ്റീവായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഒട്ടും ഇഷ്ടമല്ല അവരോട് വല്ലാതെ ദേഷ്യമാണ്. ഒരുപക്ഷെ അവർ മോശമായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവരോട് പോലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഭാരമായിട്ട് അവരുടെ പ്രസൻസ് നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം? പൂർണ്ണമായിട്ട് അവഗണിക്കുക, മാറ്റി നിർത്തുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കട്ടെ. നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാം. ഈ പ്രണയമൊക്കെ, നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ പേരിലൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വെറുപ്പും ദേഷ്യവും കൊണ്ടു നടക്കുന്ന കുറേ ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് കാലം സ്നേഹിച്ചിട്ട് ഒരു ദിവസം നമ്മളെ പറ്റിച്ചിട്ട് കടന്നു പോകുമ്പോൾ വല്ലാതൊരു മുറിവാണത്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും ഒക്കെ സ്ഥിരമായി സൂക്ഷിച്ച് അവനവൻ്റെ ജീവിതത്തെ വികലമാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, ആരോടും നമ്മൾ വെറുപ്പും ദേഷ്യവും ഒന്നും സൂക്ഷിക്കേണ്ടതില്ല. നമുക്കൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യാം? അവഗണിക്കാം. അവരെ വഴിക്ക് സ്വതന്ത്രമായിട്ട് വിടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതാണ് ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തെ സമീപിക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക. നമ്മളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് തന്നെയാണ് അത് ബാധിക്കുക. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ജീവിതത്തിൽ ഒരാളോടും സ്ഥിരമായിട്ട് ഒരു ദേഷ്യവും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടക്കരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തെ കുറെ കൂടി മികച്ചതാക്കുന്നുണ്ട്. നമ്മൾ കുറെ കൂടി പക്വതയുള്ള ഒരാളായിട്ട് മാറുകയല്ലേ അവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിന് കുറെ കൂടി കരുത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ ഒറ്റപ്പെടുത്തിയവരും നമുക്ക് മുറിവ് സമ്മാനിച്ച് കടന്നുപോയവരുമൊക്കെ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കനലുകളായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നതിന് പകരം
അവരുടെ വ്യക്തിത്വത്തിൻ്റെ നിലവാരമാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്ന ഉയർന്ന മാനസികാവസ്ഥയോടുകൂടി അതിനെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സന്തോഷങ്ങളിലേക്കും നമ്മുടെ നല്ല നിമിഷങ്ങളിലേക്കും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ഓർമ്മയിലുണ്ടാവട്ടെ. ഈ രണ്ടാമത്തെ പോയിന്റും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരിച്ചറിയുക. വെറുപ്പും ദേഷ്യവും ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ, സ്വസ്ഥമായ, സമാധാനമുള്ള ഒരു മനസ്സോടുകൂടി ജീവിതത്തെ സമീപിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതും മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അവനവൻ്റെ ജീവിതത്തെ വളരെ മനോഹരമാക്കാൻ സാധിക്കുമെന്ന് എല്ലാവരും തിരിച്ചറിയുക. ആ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇനി അടുത്ത മൂന്നാമതൊരു പോയിന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും, കേട്ടുനിന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി.